This is 24. ഒരു വട്ടം പോയതല്ലേ, ആടെ പോയിട്ട് ഓള് പറഞ്ഞത് ഓർക്ക് മനസ്സിലായില്ല. അതാണേലും ഓക്കോട്ട് പിടിയിലാണ്. എന്നിട്ടെന്തായി, ഓരൊക്കെ വീതം കൊടുത്തൂല്ല. ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെ. ഞാൻ അന്നേ പറഞ്ഞല്ലേ അതിന്റെ ആഘോഷനെ പോയി ചോദിക്കണമെന്ന്. അത് നിങ്ങൾ കേട്ടില്ല. ദാ അനുഭവിച്ചോ. ഇനി ഓൻ തന്നെ പോണം. ആ ശരിയാ, ഒരു തെറ്റേത് പോലീസുകാരന് പറ്റും, രണ്ടാമത് ആവർത്തിക്കില്ല. മനസ്സിലാക്കാൻ ലേശം വൈകി. ഓ ആൺകുട്ടിയാണ് അന്തട്ടാ. ഓ പോയാ കാര്യം സാധിപ്പിച്ചിട്ടേ വരൂ. ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെയായി. ഓൻ ആൺകുട്ടിയാണ് അനന്തേട്ട. ഇതാണ് നമ്മുടെ രാജ്യത്തിന് ആദ്യ വനിതാ പ്രധാനമന്ത്രിയെയും വനിതാ പ്രസിഡന്റിനെയും സമ്മാനിച്ച ദേശീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് കൂടിയായ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പ്രചാരണ പരസ്യത്തിലെ വാചകം ഓർമ്മയില്ലേ? കെ സുധാകരന്റെ നേരത്തെയുള്ള ആണധികാരത്തിന്റെ പരസ്യവാചകങ്ങൾ. ഇരട്ടച്ചങ്കൻ ആണിനെ പോലെയാണെന്നാണ് കരുതിയതെന്നും പെണ്ണിനേക്കാൾ മോശമായി പ്രവർത്തിച്ചുവെന്നും പറഞ്ഞതും ഇതേ കെ സുധാകരനാണ്. ഓൾ വെറും പെണ്ണാണെന്ന് പറയുന്ന പഴയ മാടമ്പി മനസ്സിന്റെ മാസ് ഡയലോഗുമായി പ്രചരണത്തിനിറങ്ങാൻ, അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, അസാമാന്യമായ ആൺബോധം വേണം. ഇത് സുധാകരനു മാത്രം ബാധകമായ ഒന്നല്ല. ലീഗിന്റെ നേതാവിനെ കണ്ട ആലത്തൂരിലെ പെൺകുട്ടിക്ക് എന്തുപറ്റി എന്ന് വഷളത്തരം പറഞ്ഞ ഇടത് കൺവീനർ കൂടിയായ വിജയരാഘവന് കൂടി ഇത് ബാധകമാണ്. സെക്സിസ്റ്റ് പ്രസ്താവനകൾ വമിക്കുന്ന പുരുഷബോധസ്ഥലികളാണോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നാണ് എൻകൗണ്ടർ അന്വേഷിക്കുന്നത്. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വയനാടിനു വേണ്ടി ജീവിതാവസാനം വരെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകി രാഹുൽ ഗാന്ധിയുടെ മണ്ഡല പര്യടനം. വയനാട്ടിലെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വാഗ്ദാനം. CPM-നെ പേരെടുത്തു പറയാതെ അക്രമ രാഷ്ട്രീയത്തെ വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ. വേദങ്ങളെയും ശ്രീ തിരുനെല്ലി പെരുമാൾ ഈശ്വരന്റെ ശ്രീപാദത്തോട് ചേർത്ത് മോക്ഷം വരുത്തി. തിരുനെല്ലി പാപനാശിനിയിൽ രാഹുൽ ബലിതർപ്പണം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 95 മണ്ഡലങ്ങൾ വിധിയെഴുതും. തമിഴ്നാട്ടിലെ 18 നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ്. തമിഴ്നാട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ വ്യാപക റെയ്ഡ്. TTV ദിനകരന്റെ സഹായിയിൽ നിന്നും 1.5 കോടി രൂപ പിടിച്ചു. വെല്ലൂരിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ നടപടി മദ്രാസ് ഹൈക്കോടതി ശരിവച്ചു. ശബരിമലയുടെയും അയ്യപ്പന്റെയും പേര് പറഞ്ഞ് അത്ഭുതങ്ങൾ കാണിക്കാമെന്ന് BJP കരുതേണ്ടെന്ന് പിണറായി വിജയൻ. പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവരെ ജനം തിരിച്ചറിയുമെന്നും മുഖ്യമന്ത്രി. ശബരിമലയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തിയ നരേന്ദ്രമോദിക്കെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്രചരണത്തിനായി പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത്. ആദിത്യനാഥിന്റെ വിവാദ പരാമർശങ്ങൾ ട്വിറ്റർ നീക്കം ചെയ്തു. PS ശ്രീധരൻപിള്ളയുടെ വർഗീയ പരാമർശം ചട്ടലംഘനമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. റിപ്പോർട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയെന്ന് ടിക്കാറാം മീണ. പ്രചാരണ വീഡിയോയിലെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കെ സുധാകരനെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തു. വിജയരാഘവനെതിരെ രമ്യ ഹരിദാസ് കോടതിയിൽ ഹർജി നൽകി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജാതി പരാമർശിച്ച് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ പ്രസ്താവന വിവാദത്തിൽ. നടപടി ആവശ്യപ്പെട്ട BJP. ഗെഹ്ലോട്ടിനെ തള്ളി കോൺഗ്രസ്. മലേഗാവ് സ്ഫോടന കേസിൽ ആരോപണം നേരിട്ട പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഭോപ്പാലിൽ BJP സ്ഥാനാർത്ഥി. നോട്ടു മാറ്റി നൽകലിൽ കൂടുതൽ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. മംഗലാപുരത്തു നിന്നും കൊച്ചിയിലെത്തിച്ച നവജാത ശിശുവിന്റെ ഹൃദയ ശസ്ത്രക്രിയ നാളെ നടന്നേക്കും. ആരോഗ്യനില ഗുരുതരമാണെന്ന് അമൃത ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ. പെരിന്തൽമണ്ണയിൽ നിന്നും ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി 3 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പായുന്നു. സംസ്ഥാനത്ത് വേനൽ ചൂടിന് ആശ്വാസമായി പരക്കെ മഴ. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അന്തരീക്ഷ താപനിലയിൽ കുറവുണ്ടാവും. എറണാകുളം മുളന്തുരുത്തിയിൽ ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. LDF കൺവീനർ വിജയരാഘവനെതിരെ ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കോടതിയിൽ ഹർജി നൽകി. മോശം പരാമർശം നടത്തിയ വിജയരാഘവനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയാവാത്ത സാഹചര്യത്തിലാണ് രമ്യ കോടതിയെ സമീപിച്ചത്. പൊന്നാനിയിൽ ഈ മാസം 1-ാം തീയതിയാണ് വിജയരാഘവൻ രമ്യയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിച്ചത്.
എന്നാൽ നിയമോപദേശം കിട്ടാത്തതിനാലാണ് നടപടിക്രമങ്ങൾ വൈകുന്നതെന്നാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത്. നോമിനേഷൻ കൊടുക്കാൻ പോയ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി, നമ്മുടെ ആലത്തൂർ സ്ഥാനാർത്ഥി പെൺകുട്ടി, അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലി കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യ. പോയിട്ടുണ്ട്. ഇത്തരം വിദ്വേഷവും സ്ത്രീവിരുദ്ധവുമായ പ്രസംഗങ്ങൾ നടത്തുന്നത് UDF-ന്റെയും LDF-ന്റെയും മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമല്ല. BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ളയുടെ വർഗീയ പരാമർശം നേരത്തെ 24 പുറത്തുവിട്ടിരുന്നു ആറ്റിങ്ങലിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട്. ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിയമലംഘനമാണ് എന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. ശ്രീധരൻ പിള്ളയുടെ വർഗീയ പരാമർശത്തിനെതിരെ LDF ഹൈക്കോടതിയിൽ ഹർജിയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. ആറ്റിങ്ങലിലെ ഇടത് ചീഫ് ഏജന്റ് V ശിവൻകുട്ടിയാണ് ഹർജിയും പരാതിയും നൽകിയത്. അന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞത് ഇതാണ്: ജീവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയമാക്കുമ്പോൾ 3 സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായിയും ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ, ഏത് മതക്കാരാ, ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. അവരുടെ അലിക്ക് പകരം നമ്മുടെ ബജറംഗ ബലിയെന്നും ലീഗ് പച്ച വൈറസാണെന്നും വിദ്വേഷം വമിച്ച യോഗി ആദിത്യനാഥിന് 72 മണിക്കൂർ വിലക്ക്. മുസ്ലിം വോട്ടില്ലേൽ അവർക്ക് സേവനമില്ലെന്ന് പ്രഖ്യാപിച്ച മേനക ഗാന്ധിക്ക് 48 മണിക്കൂർ പൂട്ട്. മുസ്ലിം വോട്ടിന് ആഹ്വാനം ചെയ്ത മായാവതിക്കും 48 മണിക്കൂർ പ്രചരണ വിലക്ക്. ജയപ്രദയുടെ അടിവസ്ത്രത്തിന്റെ നിറം കാക്കിയാണെന്ന് പ്രഖ്യാപിച്ച സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനും ഇനി 72 മണിക്കൂർ വീട്ടിലിരിക്കാം. വാവിട്ട വാക്കിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂട്ടിട്ടവരുടെ പട്ടിക തീരുന്നില്ല. പട്ടികയിലേക്ക് നമ്മളും മത്സരിക്കുകയാണ്. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരന് വേണ്ടി നിർമ്മിച്ച പരസ്യത്തിൽ നിറയുന്നത് സ്ത്രീവിരുദ്ധത എന്നാണ് ആക്ഷേപം. സുധാകരന്റെ വിഷയത്തിൽ കേസെടുത്ത വനിതാ കമ്മീഷൻ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ച LDF കൺവീനർ K വിജയരാഘവനെ കാണാതെ പോയത് എന്തുകൊണ്ട്? മുസ്ലിങ്ങളെ തിരിച്ചറിയാൻ വസ്ത്രം മാറ്റി നോക്കണമെന്ന് പ്രസംഗിച്ച PS ശ്രീധരൻ പിള്ളയുടേത് പ്രഥമദൃഷ്ട്യാ ചട്ടലംഘനമെന്ന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വിലയിരുത്തലിൽ പിള്ളയ്ക്കും പൂട്ടു വീഴുമെന്ന സൂചനയാണോ? എൻകൗണ്ടർ അന്വേഷിക്കുന്നു. മാനം കെട്ട പ്രചരണങ്ങൾ വേണോ വോട്ട് പെട്ടിയിലാക്കാൻ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നു ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് RV രാജേഷ്, BJP നേതാവ് M ശിവശങ്കരൻ എന്നിവർ. ഞാൻ ആദ്യം ശ്രീ RV രാജേഷിലേക്ക് പോകുന്നു. ശ്രീ RV രാജേഷ്, ഇന്ന് K സുധാകരനെതിരെ സമർപ്പിച്ചിരിക്കുന്ന ഒരു പരാതിയിലെ പ്രധാനപ്പെട്ട പരാമർശം അത് അടിമുടി സ്ത്രീവിരുദ്ധമായ ഒരു പരസ്യ പ്രചരണമാണ് എന്നാണ്. ഈ പരാതിയിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ആ പരാതിയിൽ സ്ത്രീവിരുദ്ധമായ, ആ പരസ്യത്തിൽ സ്ത്രീവിരുദ്ധമായ ഒരു ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് വളരെ വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതെന്താണ് കാണുന്നത്? ഒരു ദൃശ്യം അതിൽ കാണിക്കുന്നു, അതിന് ആരുടെയും പേര് പറയുന്നില്ല, അതിൻ്റെ താഴെ പറയുന്നുണ്ട് ഇതിന് മറ്റാരുമായി ബന്ധമില്ല, ഇതിന് സാധാരണ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഇതിന് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായ ആരുമായി ബന്ധമില്ല. പക്ഷേ അതിൽ ചില സാമ്യതകൾ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വേണമെങ്കിൽ LDF-ന് വ്യാഖ്യാനിക്കാം, പാർലമെൻറ്റിൽ പോയി കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഭാഷാശുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ പ്രാവീണ്യം കുറഞ്ഞതുകൊണ്ടോ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാത്ത ശ്രീമതി ടീച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വേണമെങ്കിൽ ആളുകൾ ചിന്തിക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിൽ സ്ത്രീവിരുദ്ധമായോ ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലോ ഒന്നും ആ പരസ്യത്തിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ശ്രീ വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് അതല്ല. വിജയരാഘവൻ വളരെ വ്യക്തമായി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ LDF-ന്റെ കൺവെൻഷനിലാണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വനിതയെ പരസ്യമായി അധിക്ഷേപിച്ചത്. അതിൽ വളരെ വ്യക്തമായി തന്നെ IPC 509 അനുസരിച്ച് ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ഭംഗം വരുത്തുന്ന രീതിയിൽ, സ്ത്രീയുടെ അഭിമാനത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ, സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തുകയോ ആംഗ്യം കാണിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായി പറയുകയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആംഗ്യം കൊണ്ടോ കാണിച്ചാൽ അത് കേസെടുക്കാവുന്നതാണ്. IPC അനുസരിച്ച് ക്രിമിനൽ കേസെടുക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഓള് എന്നതിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഓള് എന്നതിന്റെ നിർവചനത്തിൽ പെടുന്നത് എന്താണ്? അതിപ്പോൾ നമുക്കറിയാം, കണ്ണൂരിലെ ഒരു സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജിൽ ഓള് ഓന് എന്നൊക്കെ പറയുന്നത് കണ്ണൂരിലെ ഒരു ഭാഷയാണ്. അത് ഓരോ പ്രദേശത്തും, തിരുവനന്തപുരത്തിൻ്റെ ഭാഷ വ്യത്യസ്തമാണ്, തൃശ്ശൂരിൻ്റെ ഭാഷ വ്യത്യസ്തമാണ്, കേരളത്തിൻ്റെ ഓരോ പ്രദേശത്തിനും. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ഭാഷയല്ല, തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഭാഷ. അത് ഓരോ പ്രദേശത്തിനനുസരിച്ചും ഭാഷയുള്ള വൈവിധ്യമുണ്ട്, ഭാഷയുള്ള വ്യത്യസ്തതയുണ്ട്. അതിപ്പോൾ കണ്ണൂരിലെ ഒരു ഭാഷയാണ്. രണ്ടാമത്തെ ഡയലോഗ്
ഓൻ ആൺകുട്ടിയാണ് അനന്തേട്ട എന്നാണ്. ഓൻ ആൺകുട്ടിയാണ് അനന്തേട്ട എന്ന് പറയുന്നതിലൂടെ എന്താണ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്, വിജ്ഞിക്കാൻ ശ്രമിക്കുന്നത്? അതൊരു സാധാരണ ഒരു പ്രയോഗമല്ലേ? ആ ഒരു ആൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? സ്ത്രീ വിരുദ്ധതയാണ് ആ ഒരു പരസ്യത്തിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ് LDFന്റെ ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ കേസെടുത്തത്. രമ്യ ഹരിദാസിന്റെ പരാതിയിൽ ഒരു കേസും എടുക്കാത്ത വനിതാ കമ്മീഷനാണ്. ഈ വനിതാ കമ്മീഷനൊക്കെ അവരുടെ സ്വയം അപഹാസ്യരാകുകയാണ്. മറുപടി PM മനോജ് നൽകട്ടെ. പക്ഷെ അങ്ങയോട്ടുള്ള ചോദ്യം, ഓൻ ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ല, അതൊരു സാധാരണ രീതിയിൽ പറയുന്ന ഒരു ഭാഷയല്ലേ? ഓൻ ആൺകുട്ടിയാണെന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണുള്ളത്? ഈ പെൺകുട്ടിയേക്കാൾ ഈ ആൺകുട്ടിക്ക് എന്ത് മേന്മയാണുള്ളത്? അല്ല, അത് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വെച്ചുള്ള ഒരു പരസ്യ പ്രചരണമല്ല കാണിക്കുന്നത്. അതിലൊരു സാധാരണ രീതിയിലുള്ള ഒരു വീഡിയോ കാണിക്കുന്നു. അതിനകത്ത് ചില സാമ്യതകൾ ഒക്കെ ഉണ്ടാകും. അല്ലാതെ അതിനകത്ത് ഇത് കെ സുധാകരനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ആൺകുട്ടി എന്ന പ്രയോഗം തന്നെ ചേരില്ല. അത് കെ സുധാകരൻ അടക്കമുള്ള അല്ലെങ്കിൽ കെ സുധാകരൻ പ്രതിനിധാനം ചെയ്യുന്ന ആൺവർഗത്തെ സൂചിപ്പിക്കാനാണ് ആൺകുട്ടിയുടെ എന്ന പ്രയോഗമൊക്കെ ഉള്ളത്. കെ സുധാകരന്റെ പേരിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് സമാനമായ പ്രസ്താവന. പെണ്ണുങ്ങളെക്കാൾ മോശമായിട്ടാണ് ഇരട്ടച്ചങ്കൻ പ്രവർത്തിക്കുന്നത് എന്ന അങ്ങേയറ്റം കടുത്ത സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനയും ഇതേ കെ സുധാകരന്റെ നാവിൽ തുമ്പിൽ നിന്നാണ് വന്നത്. ഇവിടെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പരസ്യ പ്രചരണത്തിലാണ് വീണ്ടും ഈ ആൺകുട്ടിയാണ് എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു ആണധികാരത്തിന്റെ വിഷം പുറത്തേക്ക് വരുന്നത്. അവിടെയാണ് ഓള് പഠിപ്പിച്ച് വെറുതെ ടീച്ചറാക്കിയത് വെറുതെ ആയിപ്പോയി എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രസിഡന്റ് സ്ത്രീയല്ലേ, ആയിരുന്നില്ലേ? 10 വർഷക്കാലം BJPയെ തടുത്തു നിർത്തിയ ഒരു വലിയ കരുത്തയായ സ്ത്രീയുടെ നേതൃത്വത്തിലല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നത്? എന്തിനേറെ ഇദ്ദേഹം പോലും പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പിന്റെ നേതാവ് ഒരു വനിതയായിരുന്നില്ലേ? അപ്പോഴൊന്നുമില്ലാത്ത ഈ ആൺകുട്ടി ബോധം എങ്ങനെയാണ് ഇവിടെ വരുന്നത്? അല്ല, ആ പരസ്യം നമ്മൾ വ്യക്തമായി പരിശോധിച്ചപ്പോൾ കെ സുധാകരൻ അതിനെക്കുറിച്ച് ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലും അദ്ദേഹം സ്ത്രീ വിരുദ്ധമായ ഒരു നിലപാടെടുത്തിട്ടുള്ള വ്യക്തിയല്ല എന്ന് അദ്ദേഹം വളരെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് എന്നും സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് എല്ലാ കാലത്തും കോൺഗ്രസ് അംഗീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഇപ്പോൾ ഒരു പരസ്യം ചിത്രീകരിക്കുമ്പോൾ അതിൽ ഹാസ്യാത്മകമായ ചില കാര്യങ്ങളുണ്ടാകും. നമ്മൾ ഇപ്പോൾ TV-യിലൊക്കെ പല ഹാസ്യ പരിപാടികൾ കാണുമല്ലോ, അല്ലെങ്കിൽ ചില നാടകങ്ങൾ കാണുമല്ലോ, അല്ലെങ്കിൽ ചില ഷോർട്ട് ഫിലിമുകൾ കാണുമല്ലോ. അതിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷകൾ, അതിലൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, നമ്മൾ ആൺകുട്ടിയാണെന്ന് പറയും, ഓൾ പെൺകുട്ടിയാണെന്ന് പറയും, ഓൻ എന്ന് പറയും, ഓൾ എന്ന് പറയും. ഇതൊക്കെ ഒരു സാധാരണ ഒരു സ്കിറ്റിൽ ഒക്കെ നമ്മൾ എന്തെല്ലാം ഭാഷകൾ ഉപയോഗിക്കും, കൊളോക്കിയൽ ലാംഗ്വേജുകൾ ഉപയോഗിക്കും. ഓൻ ആണാണ് എന്ന ധ്വനിയുണ്ടോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ആണാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ആണെന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറയുന്നതിലോ തെറ്റൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറെ കൂടി ചങ്കൂറ്റമുള്ള അല്ലെങ്കിൽ കുറെ കൂടി വളരെ ശക്തമായി നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് ഒരു ആണത്വത്തിന്റെ ലക്ഷണമായിട്ട് ശ്രീ RV രാജേഷും കോൺഗ്രസും ധരിക്കുകയാണ്. അതിൽ അപകടമില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അല്ല, അതിൽ അപകടമില്ല എന്നുള്ളതല്ല. അത് ഒരു സ്ഥാനാർത്ഥിയെ സൂചിപ്പിക്കാനല്ല പറഞ്ഞത്. ഒരു സ്ഥാനാർത്ഥിയെ സൂചിപ്പിക്കാനല്ല, കെ സുധാകരനെ സൂചിപ്പിക്കാനോ എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായോ അല്ലെങ്കിൽ കെ സുധാകരന്റെ പേരെടുത്ത് പറയുകയോ ഒന്നുമല്ല. ഒരു സ്കിറ്റ് കാണിക്കുന്നു. അതിനകത്ത് ഇപ്പൊ സ്ത്രീ വിരുദ്ധത ഉണ്ട് എന്നുള്ളതാണ് ആരോപണം. പക്ഷേ അതിനകത്ത് എന്ത് സ്ത്രീ വിരുദ്ധതയാണ് പറയുന്നത്? ഉപയോഗിച്ച പദപ്രയോഗത്തിലാണ് ഈ പറയുന്ന സ്ത്രീ വിരുദ്ധതയുള്ളത്. ചങ്കൂറ്റമുള്ള നേതാവായി അവൻ വരുന്നു, അവൻ ഒരു ആൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സ്ത്രീ വിരുദ്ധമാണ് സ്റ്റേറ്റ്മെന്റ്. ഒരിക്കലുമല്ല. സ്ത്രീ വിരുദ്ധതയായി അതിനകത്ത് എന്താണ് പറയുന്നത്? ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ക്ഷണപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ, സ്ത്രീയുടെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന രീതിയിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് അതിനകത്തുള്ളത്? പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെയായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ശ്രീ RV രാജേഷിന് അടക്കമുള്ളവർക്ക് അറിയാവുന്ന ഒരു ലിംഗബോധമുണ്ട്. ആ ലിംഗബോധ നിർമ്മിതി എന്ന് പറയുന്നത് പെൺകുട്ടികളെ പഠിപ്പിച്ച് ഉന്നത നിലയിലാക്കിയിട്ടും കാര്യമില്ല. അത് ആണധികാരമുള്ള ആണൊരുത്തൻ പെൺകുട്ടിയേക്കാൾ അവൾ എത്ര പഠിച്ചവളെക്കാളും മുൻപിൽ നിൽക്കുന്നു എന്ന സാമാന്യ ലിംഗബോധത്തിന്റെ പുരുഷബോധത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഈ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ എത്രയോ സിനിമകൾ അല്ലെങ്കിൽ എത്രയോ നാടകങ്ങൾ, നമ്മൾ എത്രയോ സിനിമയെടുത്ത് ഷാജി കൈലാസോ തിരക്കഥ എഴുതിയ ആളുകളോ ഒന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. പക്ഷെ തിരഞ്ഞെടുപ്പിൽ 51% സ്ത്രീകളുടെ വോട്ട് വാങ്ങാൻ പോകുന്ന കെ സുധാകരന് വേണ്ടിയാണ് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ ഒരു പരസ്യം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനകത്ത് ആ എത്രയോ സിനിമകൾ അല്ലെങ്കിൽ എത്രയോ സ്കിറ്റുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അവനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അവൻ പാഴായിപ്പോയി എന്ന് പറയാറില്ലേ?
അല്ല, അതുപോലൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. ശ്രീ ആർ വി രാജേഷ്, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലത്. ഞാൻ അങ്ങയോട് വിയോജിക്കുന്നു. പക്ഷേ സ്വാഭാവികമായി ഒരു ആങ്കർ എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുകയും ചെയ്യുന്നു. ഞാൻ വളരെ പെട്ടെന്ന് PM മനോജിലേക്ക് വരുന്നു. PM മനോജ്, ഇതാണ് കോൺഗ്രസുകാർ വിശ്വസിക്കുന്ന ഈ കെ സുധാകരന്റെ പരസ്യവുമായി ബന്ധപ്പെട്ട കാര്യം. അതിലെന്താണ്? ആൺകുട്ടി എന്ന് മാത്രമല്ലേ സൂചിപ്പിച്ചിട്ടുള്ളൂ. ഓൾ എന്നുള്ളത് കണ്ണൂരിന്റെ ലോക്കലായ കൊളോക്കിയലായ പ്രാദേശിക ഭാഷയാണ്. അതിനപ്പുറം പിന്നെ എന്താണ് MV ജയരാജന് ഇത്ര രോഷം വരാൻ കാരണം? സുധാകരൻ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രയോഗം നടത്തിയത് എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ന്യായീകരണം അത് സമ്മതിക്കാമായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ഒരു സ്ത്രീയോടുള്ള ആക്രമണമായിരുന്നു സൂര്യനെല്ലി പെൺകുട്ടിയുടേത്. ആ സൂര്യനെല്ലി പെൺകുട്ടിയെക്കുറിച്ച് സുധാകരൻ പറഞ്ഞത് നാട് നീളെ വ്യഭിചരിച്ച് നടന്ന പെൺകുട്ടി എന്നാണ്, സ്ത്രീ എന്നാണ്. അപ്പോൾ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അരുൺ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെക്കുറിച്ച് പെണ്ണുങ്ങളെക്കാൾ മോശമാണെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അതിലിടയ്ക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുണ്ട്, വർത്തമാനമുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അവസാനത്തെ അങ്ങനെയും പറഞ്ഞു അവസാനത്തതാണ് ഇത്. അപ്പോൾ ഇതൊരു തുടർച്ചയായ ഏർപ്പാടാണ്. അതായത് സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹം എന്ത് കരുതുന്നു എന്ന് കൃത്യമായി സമൂഹത്തിന് മുന്നിൽ തെളിവ് സഹിതം ബോധ്യപ്പെട്ട കാര്യമാണ്. അതിൻ്റെ തുടർച്ച ആകുമ്പോഴാണ് ഇത് അപകടമാവുന്നത്. ഇവിടെ ശ്രീ രാജേഷ് പറഞ്ഞു ഇത് സ്കിറ്റ് അല്ലെങ്കിൽ സിനിമ, അതല്ലേ നാടകം. എന്താണ് കേരളത്തിലെയും ഇന്ത്യയിലെയും തിരഞ്ഞെടുപ്പ് ഈ സ്കിറ്റിൻ്റെയും സിനിമയുടെയും നാടകത്തിൻ്റെയും ലാഘവത്തിൽ കാണേണ്ടതാണോ? അല്ല, അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റേതായ ഗൗരവമില്ലേ? അത് രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയല്ലേ? ആ പ്രക്രിയയിൽ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയല്ലേ സുധാകരൻ. ആ സുധാകരൻ സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹം വെറുതെ ഏതെങ്കിലും തരത്തിൽ ഒരു ഉത്സവപ്പറമ്പിൽ മിമിക്രി അവതരിപ്പിക്കുന്നത് പോലെ ഒരു സിനിമ ഇറക്കില്ലല്ലോ, അല്ലെങ്കിൽ ഒരു പരസ്യചിത്രം ഇറക്കില്ലല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇറക്കിയ പരസ്യ ചിത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ കൃത്യമായി, അത് അങ്ങനെ അല്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ആവണം എന്നതുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്. ഇത് ജീവിച്ചിരിക്കുന്ന ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് എന്താ വ്യർത്ഥമാണെന്നോ എന്തോ പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന് കൃത്യമായി ഇത് തൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ PK ശ്രീമതിയിലേക്ക് ചെന്ന് കൊള്ളണം എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് അദ്ദേഹം പെരുമാറിയത്. അതൊരു കാര്യം. പിന്നെ അദ്ദേഹം അതിൽ പറയിക്കുന്നുണ്ട് ഓളെ കൊണ്ട് എന്തിനു കൊള്ളുമെന്ന്. യഥാർത്ഥത്തിൽ 5 വർഷം സുധാകരൻ കണ്ണൂരിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗമായിരുന്നു. 5 വർഷം ശ്രീമതി ടീച്ചറും തികച്ചു. ശ്രീമതി ടീച്ചർ പോയതും സുധാകരൻ പോയതും, ശ്രീമതി ടീച്ചർ പങ്കെടുത്ത ഡിസ്കഷൻ, സുധാകരൻ പങ്കെടുത്ത ഡിസ്കഷൻ, ശ്രീമതി ടീച്ചറുടെ ഹാജര്, സുധാകരന്റെ ഹാജര്. കാരണം നമ്മളിപ്പോൾ ഇനിയുമുണ്ട് ഈ പരാമർശങ്ങളിലെ രാഷ്ട്രീയ ധ്വനിയും ലിംഗബോധവുമാണ് നമ്മൾ ആദ്യം ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഈ മുതിർന്ന നേതാവ് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? പക്ഷേ അതേസമയം RV മനോജ് ചോദിച്ച മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ശ്രീ PM മനോജ്, ഇന്ന് വനിതാ കമ്മീഷൻ കേസെടുക്കാൻ എന്ത് ജാഗ്രതയും തിടുക്കവുമാണ് കാട്ടിയത്? വിജയരാഘവൻ എന്താണ് രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞത്? മുസ്ലിം ലീഗിന്റെ നേതാവിനെ കണ്ടതിന് ശേഷം തിരിച്ചുപോയ ആലത്തൂരിലെ പെൺകുട്ടിക്ക് എന്തു പറ്റി എന്നറിയില്ല എന്ന വഷളത്തരം നിറഞ്ഞ പ്രസംഗം പറഞ്ഞിട്ട് വനിതാ കമ്മീഷനെ അന്ന് കണ്ടില്ലല്ലോ. എന്തെയാന്ന് വനിതാ കമ്മീഷൻ ഉറങ്ങിയിരുന്നോ എന്ന ചോദ്യം ന്യായമായും അവർ ചോദിച്ചാൽ മറുപടി ഉണ്ടാവണ്ടേ? ശ്രീ PM മനോജ്, അരുൺ മറുപടി ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് തുടർച്ചയായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ഒരു നേതാവ്. വിജയരാഘവനെ കുറിച്ച് ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ 56 ഇഞ്ചുമായി കൂട്ടിച്ചേർത്ത് നിർമ്മല സീതാരാമൻ മറുപടി പറഞ്ഞപ്പോൾ 56 ഇഞ്ചുമായി കൂട്ടിച്ചേർത്ത് ഒരു സ്ത്രീയെ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിനായിട്ടൊരു കേസ് നിലവിലുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ മാത്രം നടത്തുന്ന വഷളൻ പരാമർശമാണ് അത് എന്ന് രാജേഷ് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ശരിയാണ്, സഖാവ് വിജയരാഘവൻ ഒരു പ്രസംഗത്തിൽ, പൊന്നാനിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം പറഞ്ഞതിന് ശേഷം അത് വിവാദമായപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു, ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല, ഞാനങ്ങനെ പറയുന്ന ആളല്ല, എനിക്കത് അങ്ങനെ ആ സഹോദരിക്ക് എന്തെങ്കിലും തരത്തിൽ വിഷമം തോന്നിയിട്ട് ഞാനും അതിൽ വിഷമിക്കുന്നു, കൃത്യമായി പറഞ്ഞു. അതാണ് മാനസികാവസ്ഥ. അത് മതിയാകുമോ? വനിതാ കമ്മീഷൻ അങ്ങനെയാണെങ്കിൽ ശ്രീ വിജയരാഘവൻ പ്രകടിപ്പിച്ച ഖേദപ്രകടനം പോലെ ഒന്ന് അത് എങ്കിലും കെ സുധാകരന് ചെയ്യേണ്ടതാണോ ഈ ഘട്ടത്തിൽ? രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. ശ്രീ വിജയരാഘവൻ പറഞ്ഞതെന്താ? അദ്ദേഹം ഒരു പ്രാവശ്യമല്ല 2 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഒരു സ്ത്രീയെ ഇത്ര പരസ്യമായി അപമാനിച്ചുകൊണ്ട് അതൊരു വിഷ്വൽ മീഡിയയിലൂടെ കേരളം മുഴുവൻ, ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ഇത്ര ക്രൂരമായ രീതിയിലുള്ള ഒരു സ്ത്രീയെ അപമാനിച്ച ആ ശരീരഭാഷ നമ്മളൊന്ന് ശ്രദ്ധിക്കണം.
അദ്ദേഹത്തിന്റെ ശരീരഭാഷ നിങ്ങൾ ഒന്നുകൂടെ അത് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ അറിയാം. ഒരു വിടന്റെ ശരീരഭാഷ പോലെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ ഒരു വഷളത്തരം നിറഞ്ഞ ചിരിയും ആഭാസകരമായ സ്റ്റേറ്റ്മെന്റും ഒക്കെ നടത്തിക്കൊണ്ട് ഇത്ര പരസ്യമായി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിയെ, ഒരു വനിതയ്ക്കെതിരെ ഒരു അല്ലല്ല അതുപോലുള്ള വൃത്തികേടുകൾ പറയാൻ അനുവദിക്കരുത് അരുൺ. നമുക്ക് തൽക്കാലം സഭയ്ക്ക് ചേരാത്തതായതുകൊണ്ട് നമുക്ക് നീക്കം ചെയ്യാം. ഒരു അൺപാർലമെന്ററി വാക്കായതുകൊണ്ട് അത് നമുക്ക് പിൻവലിക്കാം. ശ്രീ രാജേഷ് തുടരാം, അത് പിൻവലിച്ച് തുടരാം. അല്ല അത് ആ ഒരു ശരീരഭാഷ വളരെ നെഗറ്റീവാണ്, നമ്മൾ ആലോചിക്കണം. പക്ഷെ ഉപയോഗിച്ച ഭാഷ അത് വളരെ മോശപ്പെട്ട ഭാഷയാണ്. ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തിന് നേരെ നടന്ന കടന്നാക്രമണമാണ്, അപമാനിക്കലാണ്. അതിൽ വനിതാ കമ്മീഷന്റെ നിലപാട് എന്താണ്? വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ക്വാസി ജുഡീഷ്യൽ കമ്മീഷനാണ്. ഒരു വനിതാ കമ്മീഷൻ നമ്മൾ ഒരു ക്വാസി ജുഡീഷ്യൽ കമ്മീഷനാണ്. ആ കമ്മീഷന്റേതായ അധികാരങ്ങളുണ്ട്. അല്ല, എൻ്റെ ചോദ്യം രാജേഷ് എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ സ്ഥിതി എന്തായി എന്ന് സഖാവ് വിജയരാഘവൻ ചോദിച്ചിട്ടുണ്ട്. അത് അശ്ലീലമാണ് എന്ന് നിങ്ങൾ സമർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് നാട്ടുകാരോട് വിളിച്ചു പറയുകയാണ്. അതായത് ലീഗിൻ്റെ നേതാവ്, ആ ലീഗിൻ്റെ പ്രത്യേക നേതാവാണല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മോശക്കാരാവുന്നവരാണോ സ്ത്രീകൾ? നിങ്ങൾ അതും കൂടി പറയണം. കാരണം ഇപ്പോ നിങ്ങൾ അശ്ലീലം വിടൻ എന്നൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ വിടൻ എന്നൊക്കെ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ പുരുഷന്റെ കാര്യമല്ല, അതായത് അല്ലല്ല ആ കുട്ടിയുടെ കാര്യം എന്തായി? അതായത് രാഷ്ട്രീയമാണ് ശ്രീ രാജേഷ്, രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അതായത് അല്ലല്ല, ആലത്തൂരിൽ മത്സരിക്കുന്ന UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പാണക്കാട് ചെന്നു, അതുപോലെ കോൺഗ്രസ് നേതാക്കളെ കണ്ടു. പിന്നീട് ആ കുട്ടിയുടെ കാര്യം എന്തായോ എന്തോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ അശ്ലീലം കാണുന്ന നിങ്ങളുടെ മനസ്സിലെ അശ്ലീലം. എന്റെ ഒരു സംശയം അതാണ്. ശ്രീ RV രാജേഷിന്റെ പോലെ ഒരു സംശയം എനിക്കുമുള്ളത് ഇതാണ്. അങ്ങനെ വളരെ വളരെ സാത്വികമായ അർത്ഥത്തിൽ എന്ത് സംഭവിക്കാനാണ്? മുസ്ലിം ലീഗിന്റെ നേതാക്കളെ പോയി ഒരു സ്ഥാനാർത്ഥി കണ്ടതിന് ശേഷം തിരിച്ചു വന്നാൽ അതിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ അതിനകത്തൊരു കാരണം വേണ്ടേ? ആ കാരണം എന്താണെന്ന് PM മനോജിനും എനിക്കും ഈ കണ്ടു നിൽക്കുന്നവർക്കും അറിയാം. വിവാദമായ ഒരു പെൺവാണിഭ കേസിൽ ഉൾപ്പെട്ട് പക്ഷേ അതിനുശേഷം കോടതി ശിക്ഷിക്കാതെ പുറത്തുവിട്ട ഒരു നേതാവിൻ്റെ പേരെടുത്തു പറഞ്ഞതിന് ശേഷം ആ നേതാവിനെ പോയി കണ്ടിട്ട് വന്ന ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ലളിതബോധമല്ല. അതിൽ ആ പെൺകുട്ടിയുടെ അത് പെൺകുട്ടിയായി എന്നുള്ളത് കൊണ്ടുള്ള ഒരു സെക്സിസ്റ്റ് ഷെയ്മിംഗ് തന്നെയാണ് ശ്രീ PM മനോജ്. ആ കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും തർക്കമുണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. അതാണല്ലോ അദ്ദേഹം ഖേദപ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ. അല്ല അരുൺ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മോശപ്പെട്ട ഇമേജുള്ള ആള് UDFന്റെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ. മോശപ്പെട്ട ഇമേജ് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പൂർവ്വകാല ചരിത്രത്തിൽ ഒരു കേസ് വന്നിരുന്നു. ശ്രീ VS അടക്കമുള്ളവർ അവസാനം വരെ വേട്ടയാടിയിട്ടും കേസിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു പോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ആ കേസ് നിലവിലുമില്ലല്ലോ PM മനോജ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയമായി അദ്ദേഹത്തെ ആ കാര്യം പറഞ്ഞ് ആക്രമിക്കാൻ ഞങ്ങൾ നിന്നിട്ടില്ല. ഞങ്ങൾ അതത് ഘട്ടത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷം വെച്ച് രാഷ്ട്രീയം പറയാൻ ഞങ്ങൾ നിന്നിട്ടില്ല. ഇപ്പോഴ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കണ്ടു, പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയി കണ്ടു, തങ്ങളുടെ അടുത്ത് പോയി കണ്ടല്ലോ, അതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് പോയി കണ്ടല്ലോ. അപ്പോൾ അതും കഴിഞ്ഞ് ആ കുട്ടിയുടെ സ്ഥിതി എന്തായി എന്നാൽ അത് രാഷ്ട്രീയമായി എടുക്കുന്നതിന് പകരം രാഷ്ട്രീയമായ ബോധമാണുള്ളത്. ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ശ്രീ PM മനോജ്, അതിലെന്ത് രാഷ്ട്രീയമായ മാറ്റമാണ് ആ പെൺകുട്ടിക്ക് സംഭവിക്കുക? തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലല്ലോ, അനുഗ്രഹിച്ചു പോയി തിരിച്ചു വന്നു. ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായി? ആ കുട്ടിയുടെ അവസ്ഥ അവിടെ സ്വീകാര്യമാകുമോ അല്ലയോ എന്നൊരു സംശയം രാഷ്ട്രീയമായി ഉയർത്തുന്നതിന് അങ്ങനെ നല്ല ബുദ്ധിയിൽ പറയുന്നതിന് പകരം നിങ്ങൾ അശ്ലീലമായി ചിന്തിക്കുന്നു. ആ അശ്ലീലമായി ചിന്തിക്കുന്നതാണല്ലോ പ്രശ്നം. യഥാർത്ഥത്തിൽ അങ്ങനെ അഥവാ നിങ്ങൾ അശ്ലീലമായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ വിഷമം വന്നെങ്കിൽ ഇതാ ഖേദം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിൽ എനിക്കും വിഷമമുണ്ട് എന്ന് പറയാനുള്ള സന്മനസ്സും അതുപോലെ അന്ന് പറയാനുള്ള ആർജവും സഖാ വിജയരാഘവൻ കാണിച്ചിട്ടുണ്ട്. വന്നതിന് ശേഷം ഇന്ന് കോടതിയിൽ ഒരിടത്ത് അശ്ലീല പരാമർശത്തിന്റെ പേരിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻസിഫ് കോടതിയിൽ പരാതിക്കാരിയായ പെൺകുട്ടി കേസ് നൽകുന്നു. മറ്റൊരിടത്ത് വനിതാ കമ്മീഷൻ സ്ത്രീവിരുദ്ധമായ രീതിയിൽ പരാമർശം നടത്തിയതിന്റെ പേരിൽ കേസെടുക്കുന്നു. ഇനി മറ്റൊരിടത്ത് താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുസ്ലിങ്ങളെ കുറിച്ച് അത്യന്തം വംശീയമായ രീതിയിലുള്ളൊരു പരാമർശം, ഒരു ബോഡി ഷേമിങ്ങിന് തുല്യമായ പരാമർശം നടത്തിയതിന് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നു. ഇലക്ടറൽ ഓഫീസർ അതിൽ പ്രഥമ ദൃഷ്ട്യാ ചട്ടലംഘനമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതെങ്ങോട്ടാണ് പോകുന്നത്? മൂന്ന് മുന്നണികളുടെയും നേതാക്കളാണ്. ഒരിടത്ത് അശ്ലീലം, മറ്റൊരിടത്ത് സ്ത്രീവിരുദ്ധത, മറ്റൊരിടത്ത് വംശീയത.
ഇല്ല, ശ്രീധരൻപിള്ളയുടെ ആ പ്രസംഗത്തിൽ വംശീയതയോ അത്തരത്തിലുള്ള ഒരു മറ്റ് ഇവിടുത്തെ കേരളത്തിലെ നേതാക്കൾ കാണുന്നത് പോലെ അല്ല, ഇവിടുത്തെ കേരളത്തിലെ പ്രത്യേകിച്ച ഒരു ഇലക്ഷൻ കമ്മീഷൻ കാണുന്ന പോലെയുള്ള വംശീയ പ്രശ്നമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അത് ഇൻ്റർനാഷണൽ ലെവലിൽ ചർച്ചയായ വിഷയമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ദേശീയ പ്രശ്നം, അവിടെ ഒരു രാഷ്ട്രീയമായ പാകിസ്ഥാനുടെ യുദ്ധത്തിന്റെ പ്രശ്നത്തിൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തി. അത് ദേശീയമാണെന്നറിയണമെങ്കിൽ ഡ്രസ് മാറ്റി നോക്കണമെന്ന് പറഞ്ഞതോ ശ്രീ ശിവശങ്കരൻ? ഇത്ര ലളിതമായി അതിനെ കാണാമോ? ടിക്കാറാം മീണ വ്യക്തമായി പറഞ്ഞു ചട്ടലംഘനമാണ് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. ടിക്കാറാം മീണയ്ക്ക് BJPയുടെ കാലഘട്ടത്തിൽ മാത്രം ചില പ്രത്യേക താല്പര്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അയ്യനെന്ന് വിളിച്ചാലും അയ്യപ്പനെന്ന് വിളിച്ചാലും സ്വാമി ശരണമെന്ന് വിളിച്ചാലും നാമജപം ചെയ്താലും ടിക്കാറാം മീണയ്ക്കും അദ്ദേഹത്തിന്റെ ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ചില വില കുറഞ്ഞ തരത്തിലുള്ള രാഷ്ട്രീയ പ്രീണനങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ വരുന്നുവെന്ന് എനിക്കും അറിയാം, അരുണിനും അറിയാം, ഇത് കേൾക്കിയിരിക്കുന്ന അരിഭക്ഷണം കഴിക്കുന്ന സകല ജനങ്ങൾക്കും അറിയാം. അത് നിയമത്തിൻ്റെ ഭാഗത്തിൽ പോട്ടെ, അത്തരത്തിലുള്ള പരാമർശമല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ യഥാർത്ഥമായും രണ്ട് മുന്നണികളും നിരന്തരമായി സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലേ പ്രശ്നം? അതാണല്ലോ ഇവിടുത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം. അവിടേക്ക് വരുമ്പോഴാണ് നാം കാണേണ്ടത് ഈ രണ്ട് മുന്നണികളും ഈ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, CPM ആണെങ്കിൽ എത്രയോ വർഷങ്ങളായി നിരന്തരമായ തിരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള കാര്യത്തിൽ സ്ത്രീകൾക്ക് നേരെ അക്രമവും വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അഴിച്ചുവിടുന്നു. ഇന്നത്തെ ദിവസം നോക്കൂ, ശോഭാ സുരേന്ദ്രൻ്റെയും ആറ്റിങ്ങലിലുള്ള പ്രകടനത്തെ നേരിട്ട് ചെന്നുകൊണ്ട് CPMൻ്റെ അനുയായികൾ ഗുണ്ടകൾ ചേർന്ന് തടയുകയും അവരെ ഏറ്റവും മോശമായ രീതിയിൽ മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ അവർക്കെതിരെ തെറി അഭിഷേകം ചെയ്യുകയും ചെയ്തില്ലേ? ഇതിനെക്കുറിച്ച് എന്താ ഇവിടെ ചർച്ച ചെയ്യാത്തത്? അത് ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ടാണോ? അതുകൊണ്ട് ടിക്കാറാം മീണയ്ക്ക് എന്താ കാണുന്നുകൊണ്ടാണോ? അവിടെ തിരഞ്ഞെടുപ്പ് യോഗത്തെ നിയന്ത്രിക്കുന്നു. അവർ നടുറോട്ടിൽ തടഞ്ഞു നിർത്തി അവരെ അസഭ്യവർഷം പറഞ്ഞുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിരിക്കുന്നു. കൊടുത്ത ഉറപ്പ് പ്രകാരം കേസ് എടുക്കുമെന്ന് തന്നെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. അവർക്കെതിരെ കേസ് എടുക്കും, ക്രിമിനൽ ചാർജ് ഇട്ട് തന്നെ ആർക്കെതിരെ കേസെടുത്തു അരുൺ? 24 മണിക്കൂറായല്ലോ. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഒരു കേസും എടുത്തിട്ടില്ല. മാത്രമല്ല, പക്ഷെ അതുകൊണ്ട് ശ്രീധരൻപിള്ള പറഞ്ഞതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ ശ്രീ ശിവശങ്കരൻ. ശ്രീധരൻപിള്ള പറഞ്ഞത് എന്താണ്? വളരെ കൃത്യമായി ബാലാക്കോട്ടിലെ മുസ്ലിം തീവ്രവാദികളൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. മുസ്ലിങ്ങളെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡ്രസ്സ് മാറ്റി നോക്കണ്ടേ എന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും ഏതൊരു മനുഷ്യനും മനസ്സിലാവും തികഞ്ഞ വംശീയമായ ഒരു പരാമർശമാണ്. അല്ല, എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിൽ ബാലക്കോട്ടിൽ നടന്ന ഇത്തരത്തിലുള്ള ആക്രമണം, അവിടെ മരിച്ചത് തീവ്രവാദികളാണ്, അവർക്ക് താടിയും അവരുടെ വെച്ച തലക്കെട്ടുകളും അത്തരത്തിലുള്ള ഒരു പോലീസ് ഡ്രസ്സോ അല്ലെങ്കിൽ അവിടുത്തെ ടെററിസ്റ്റ് ഡ്രസ്സോ എന്നാണ് ആവുമെങ്കിലോ അങ്ങനെയും ചിന്തിക്കാമല്ലോ. അടിവസ്ത്രത്തിന്റെ അടിയിലേക്ക് പോകുന്നു. ഡ്രസ് മാറ്റി നോക്കിയിട്ടാണോ തലപ്പാവ് കാണുന്നത്? ഡ്രസ് മാറ്റി നോക്കിയിട്ടാണോ താടി കാണുന്നത്? ഡ്രസ് മാറ്റി നോക്കുന്നത് എന്താണ്? അല്ല, നമുക്ക് അങ്ങനെയും ചിന്തിക്കാമല്ലോ. താങ്കൾ എന്തിനാ അടിവസ്ത്രത്തിന്റെ അകത്തേക്ക് പോണത്? ഡ്രസ് ഇടാത്തത് കൊണ്ട് ശ്രീ ശിവശങ്കരൻ, ഒരു താടിയും വസ്ത്രത്തിലുള്ള ഒളിപ്പിക്കാത്തത് കൊണ്ട് ശ്രീ ശിവശങ്കരൻ അങ്ങ് പറഞ്ഞതുപോലെ അത് പറഞ്ഞത് എന്താണ്? ബോഡി ഷേമിംഗ് ആണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് കോടതിയിൽ തീരുമാനിക്കട്ടെ. അങ്ങനെ പോകരുത്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഒരു സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിലോ നിർമ്മല സീതാരാമന്റെ തിരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ കൂടി ഈ ഇന്ത്യയുടെ ഒരു ഡിഫൻസ് മിനിസ്റ്ററുടെ തിരഞ്ഞെടുപ്പ് വേളയിൽ പോലും CPMന്റെ ആക്രമണം, ഭീഷണി, അവിടുത്തെ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ നിയമവ്യവസ്ഥയില്ലാത്ത ഒരു കാലഘട്ടത്തിലും സ്ത്രീകളെ അംഗീകരിക്കാത്ത സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇവിടെ അക്രമം വരെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററെ അഴിച്ചുവിടുന്ന ഈ CPMന്റെ ഭരണമാണ് ഇവിടെ ആദ്യം മാറേണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് പറയാ അരുൺ, എന്നിട്ട് എന്നോട് ചോദിക്കൂ പ്ലീസ്. CPM മനോജ് പറഞ്ഞോളൂ. അദ്ദേഹം സൂചിപ്പിച്ചത് സ്ത്രീകൾക്കെതിരെ ശോഭാ സുരേന്ദ്രൻ നിർമ്മല സീതാരാമന്റെയും പ്രചരണത്തിൽ CPM കാണിച്ച ചില അക്രമങ്ങളെ കുറിച്ച് കൂടിയാണ്. അത് മനസ്സിലായി. അല്ല, 8 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതിനെക്കുറിച്ച്, ക്ഷേത്രത്തിലിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നതിനെക്കുറിച്ചും ആ പ്രതികളെ രക്ഷപ്പെടുത്തിയെക്കുറിച്ചും അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? ഞാനത് കേട്ടില്ല. എന്തായാലും
BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ സ്ത്രീകളോടുള്ള സ്നേഹം അതെന്താണ് എന്ന് കാണിക്കുന്നതായിരുന്നു. ആ 8 വയസ്സുള്ള കൊച്ചുകുട്ടിയെ അവിടെ ആ ക്ഷേത്രത്തിലകത്തിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നത് മാത്രമല്ല, ആ കൊന്ന പ്രതികളെ രക്ഷപ്പെടുത്തുകയും അവരെ കൊണ്ട് ഈ ഘോഷയാത്ര നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് BJPയുടെ സ്ത്രീ അനുകൂല മനോഭാവത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യാൻ നിൽക്കുന്നില്ല. ഈ ആറ്റിങ്ങലിൽ എന്തെങ്കിലും തരത്തിൽ ചട്ടലംഘനമോ അല്ലെങ്കിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസ് നടപടി എടുക്കുന്നുള്ള ഉറപ്പല്ലേ? ഇവിടെ ഈ രമ്യയുടെ കാര്യമാണല്ലോ നേരത്തെ പറഞ്ഞത്. ആ രമ്യ നേരത്തെ ഒരു പരാതി കൊടുത്തു. രമ്യ ഹരിദാസ് അവരൊരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറത്താണ് സംഭവം, പൊന്നാനിയിലാണ്. അന്വേഷണം നടത്തി, പോലീസിന് റിപ്പോർട്ട് വരണം. ഇന്ന് അവർ കോടതി പോയി. ഇന്ന് പെട്ടെന്ന് കോടതി പോകാനുണ്ടായ കാരണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ചർച്ച വീണ്ടും വീണ്ടും ഉയർന്നു വരണം കൊണ്ടാണ് എന്നും നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്നതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് കോടതി പറഞ്ഞു മെയ് 17-ാം തീയതി ആ കേസ് വയ്ക്കാമെന്ന്. അതായത് അതിൻ്റെ അർജൻസി എത്രയുണ്ടെന്ന് ജുഡീഷ്യറിക്ക് ബോധ്യമായിരിക്കുന്നു. അത് മെയ് 17-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതാണ് അവിടുത്തെ സ്ഥിതി. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചരിത്രം കൂടി വെച്ച് കൊണ്ടാണ്. കെ സുധാകരൻ നിരന്തരമായി നടത്തുന്ന സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കില്ല. അതിലേക്കൊന്നും ഞാൻ പോവുകയല്ല. പക്ഷേ അങ്ങനെയുള്ള നാവെടുത്താൽ സ്ത്രീവിരുദ്ധ പരാമർശം മാത്രം, സമൂഹവിരുദ്ധ പരാമർശം മാത്രം, കൊലപാതകവുമായി ബന്ധപ്പെട്ട പരാമർശം മാത്രം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുകയാണ്. EP ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മറ്റു പ്രതികളെ ഒഴിവാക്കി, അതുപോലെ എന്നെയും ഒഴിവാക്കി തരണമെന്നാണ് സുധാകരൻ്റെ ഹർജി. ആ ഹർജി പെട്ടെന്ന് വിധി പറയാൻ വേണ്ടി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് വസ്തുതയാണ്. അതായത് നമ്മളാരുമല്ല പണവും കൊടുത്തിട്ട് ആളുകളെ കൊല്ലാൻ അയക്കുന്നത്. രാജേഷ്, താങ്കൾ പറഞ്ഞതുപോലെ ഈ നേരത്തെ വിജയരാഘവന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ശരീരഭാഷയെക്കുറിച്ച് കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ശരീരഭാഷ അവിടെ നിൽക്കട്ടെ. പക്ഷെ അല്ലാതെ ഉപയോഗിച്ച ഭാഷ അത് വളരെ അപകടം പിടിച്ചതാണ് എന്നതിൽ യാതൊരു സംശയവും ഈ ഘട്ടത്തിൽ പോലും ആർക്കുമില്ല. അതുകൊണ്ടാണ് പരസ്യത്തിലുള്ളത് ഒരു കേവലമായ യുക്തി കൊണ്ടല്ല നമ്മളിതിനെ കാണേണ്ടത്, പകരം ലിംഗബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ യുക്തി കൊണ്ട് തന്നെ കാണണം. അങ്ങനെ കാണുമ്പോഴാണ് ആണധികാരത്തെ ആഘോഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ ചിത്രീകരിക്കപ്പെടുന്നത്. ശ്രീ RV രാജേഷ്. അല്ല, ഇതിനെ സാമാന്യവൽക്കരിക്കരുത് ശ്രീ അരുൺ. ഇതിനകത്ത് ശ്രീ PM മനോജ് പറഞ്ഞ ഒരു വളരെ ഗുരുതരമായൊരു കുറ്റമാണ് ശ്രീ വിജയരാഘവൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 2-ം തീയതിയാണ് ഈ സംഭവം നടന്നത്, ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നത്. 2-ം തീയതി കഴിഞ്ഞ് അതിൽ പരാതി കൊടുത്തു. DYSP ശ്രീമതി രമ്യ ഹരിദാസിന്റെ മൊഴിയെടുത്തതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞു? ഇപ്പോൾ നിയമോപദേശത്തിന് അയച്ചിരിക്കുകയാണ്. നിയമോപദേശം കിട്ടട്ടെ എന്ന് പറഞ്ഞ് നിയമോപദേശത്തിന് കാത്തിരിക്കുകയാണ്. ഇന്ന് എത്ര ദിവസമായിരിക്കുന്നു? സാധാരണഗതിയിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു അപമാനം ഉണ്ടായാൽ, സ്ത്രീക്കെതിരെ ഒരു പരാമർശം ഉണ്ടായാൽ, അല്ലെങ്കിൽ സ്ത്രീയെ അപമാനിച്ചാൽ 24 മണിക്കൂറിനകം കേസെടുക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. 24 മണിക്കൂറിനകം FIR രജിസ്റ്റർ ചെയ്യുകയും അതിനകത്ത് ഫർദർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. എവിടെയാണ് ഇങ്ങനെ നിയമോപദേശത്തിന് കാത്തിരിക്കുന്നത്? സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ നിയമോപദേശം കിട്ടിയതിന് ശേഷം മാത്രമേ കേസെടുക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. പോലീസിനെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇവർ. പോലീസിനെ കൊണ്ട് കേസെടുക്കാൻ അനുവദിക്കാതെ ഈ ഗവൺമെന്റ് പോലീസിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോടതിക്ക് അത് ബോധ്യപ്പെടാതെ 17-ാം തീയതിയിലേക്ക് മാറ്റിയതെന്താണ്? കോടതിക്ക് ഒരു അർജന്റായ വിഷയമാണെന്നില്ലല്ലോ. തീർച്ചയായും കോടതിക്ക് അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചത്. ഫയൽ സ്വീകരിച്ചാൽ അതിൽ ചില നടപടിക്രമങ്ങളുണ്ട്. ഇതിലിപ്പോൾ ഇവർ പറയുന്ന പോലെ പ്രൈമാ ഫേസിയ കേസ് ഇല്ലെങ്കിൽ എന്തിന് കോടതി ഫയൽ സ്വീകരിക്കണം? പ്രൈമാ ഫേസിയ കേസ് ഉള്ളത് കൊണ്ടാണ് കോടതി ഫയൽ സ്വീകരിച്ചത്. അത് സ്വാഭാവിക നടപടി എന്നുള്ളത് കോടതി അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു കേസ് അല്ല, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുന്നിൽ ഒരു അഭിഭാഷകൻ, അഡ്വക്കേറ്റ് എന്ന് ഞാൻ കാണുന്നുണ്ട്. സാധാരണ നിലയിൽ ഇതുപോലൊരു കേസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോടതി അത് അന്വേഷണത്തിനായി വിടുകയുക, ഫയൽ സ്വീകരിച്ചിട്ട് പോലീസിന് അന്വേഷണത്തിന് കൊടുക്കും. ആ അന്വേഷണത്തിന് കൊടുത്തതിന് ശേഷം പോലീസ് റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് കോടതിയുടെ നിഗമനം വരിക, അല്ലെങ്കിൽ പിന്നീടുള്ള പ്രൊസീജിയർ വരിക. അതുകൊണ്ട് അത് സ്വാഭാവിക നടപടിക്രമമാണ്. പക്ഷേ ഇന്ന് ശ്രീമതി കുമാരി രമ്യ ഹരിദാസ് അവിടെ കൊണ്ടുപോയി കൊടുത്ത ഹർജി, ആ ഹർജി മെയ് 17-ന് പരിഗണിച്ചാൽ മതി എന്നാണ് കോടതിക്ക് തോന്നിയത്. ഇദ്ദേഹം പറയുന്ന അത്രയും അർജൻസി അല്ലെങ്കിൽ അത്രയും വലിയ ഒഫൻസ് അതിൽ കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നിയിരുന്നെങ്കിൽ അത് ആയിരിക്കുമായിരുന്നില്ല കോടതിയുടെ തീർപ്പ്. എന്തായാലും ഇവർക്ക് മുന്നിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ആരോപണങ്ങളൊക്കെ മുഖവിലക്ക് അംഗീകരിച്ചാൽ, അല്ലെങ്കിൽ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ, ഇവർക്ക് നിയമത്തിനോടെന്താ എത്ര വിരോധം? ഇതിങ്ങനെ നിയമവിരുദ്ധമായി എന്ത് നടക്കുന്നുണ്ടെങ്കിലും കോടതിയെ സമീപിക്കാൻ അഡ്വക്കേറ്റ് എന്ന് സ്വന്തം പേരിന് മുന്നിൽ എഴുതി വെച്ച ശ്രീ രാജേഷിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? രാജ്യത്ത് നിയമ സംവിധാനത്തെ സമീപിക്കുന്നതിൽ ആരും വിലക്കിയിട്ടില്ലല്ലോ. കോടതിയുടെ വരാന്തയിൽ പോലും പോയി കയറി നിൽക്കാത്തതിന്റെ ഒരു കുഴപ്പമായിരിക്കും അങ്ങ് പറയുന്നത്.
തീർച്ചയായും ഒരു കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി പരിശോധിക്കണം. കോടതി അല്ല, അടുത്ത ദിവസം പോസ്റ്റ് ഒന്നുകിൽ ചെയ്യുക. അരുൺ ഇത് സംസാരിക്കണം. വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത് രാജേഷ് വളരെ സംസാരിക്കണം. വ്യക്തമായി ഈ കാര്യത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്നു സുധാകരന്റെ കാര്യത്തിൽ. പക്ഷേ ഇതേ കാര്യം തന്നെ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലൊരു പരാമർശം നടത്തുമ്പോൾ വനിതാ കമ്മീഷൻ റഫറൻസ് പോലും ഇല്ലെന്ന് മാത്രമല്ല, ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ സമീപിച്ചിട്ടും വനിതാ കമ്മീഷൻ ആ കാര്യത്തിൽ പ്രതികരിക്കുന്നേയില്ല. ജാഗ്രത കുറവുണ്ടായി എന്നുള്ള സ്ഥിരം പല്ലവി. ജാഗ്രത കുറവ് ഒരു പുതിയ ടൈമൊന്നും അല്ലല്ലോ, പരമ്പരാഗതമായ ഒരു ക്ലീഷ വേർഡായി തീർന്നു ജാഗ്രത കുറവ്. CPM-ന്റെ കാര്യത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ജാഗ്രത കുറവെന്നാണ്. ഇവിടെ വനിതാ കമ്മീഷനും അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇവിടെയും ആ ജാഗ്രത കുറവ് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ സുധാകരന്റെ കാര്യത്തിലും. അല്ല, ഡോക്ടർ അരുൺ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പരസ്യ ചലച്ചിത്രം തയ്യാറാക്കുന്നത് വലിയ ആലോചനയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ ആലോചനയുടെ ഭാഗമായിട്ട് തയ്യാറാക്കിയ പരസ്യ ചിത്രത്തിൽ കൃത്യമായി എതിർ സ്ഥാനാർത്ഥിയെയും സ്ത്രീ സമൂഹത്തെ ആകെയും അപമാനിക്കുന്ന, അവഹേളിക്കുന്ന, ഇടിച്ചു താഴ്ത്തുന്ന പരാമർശങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു പ്രസംഗത്തിൽ ആനുഷംഗികമായി നടന്ന ഒരു പരാമർശം, ആ പരാമർശം നടത്തിയ ആൾ അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ട് പോലും അത് ആഴ്ചകൾക്ക് ശേഷം അതാണ് യഥാർത്ഥ ചർച്ച എന്ന് അരുണിന് തോന്നുകയാണ്. ഞങ്ങൾക്കൊന്നുമല്ല തോന്നുന്നത്, ഈ ചർച്ചക്കെടുത്ത് അരുണിനാണ് തോന്നുന്നത്. ആരാണ് പറയുന്നത്? അല്ല, ശ്രീ അരുൺ, ഒരു കാര്യം, ആങ്കർ എന്നുള്ള നിലയിൽ ഞാൻ അരുണിനെ ബഹുമാനിക്കുന്നു ആങ്കർ എന്ന നിലയിൽ. പക്ഷെ നിങ്ങൾക്ക് ഈ വർത്തമാനം പറയുന്നതിനിടയ്ക്ക് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുക, അത് കഴിഞ്ഞ് 3 ചോദ്യം ചോദിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുക, എന്നിട്ട് അതിന് മറുപടി പറയാൻ അവസരം കിട്ടാതിരിക്കുക. ചേർന്ന നടപടിയല്ല. അത് തടയാൻ അങ്ങേക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഭോപ്പാലിൽ, മധ്യപ്രദേശിൽ, അവിടെ ഒരു വനിതയാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്, പ്രഗ്യാ സിംഗ് ഠാക്കൂർ. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അതാണ്, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. അതായത് മലേഗാവ് സ്ഫോടന കേസിലും RSS പ്രചാരകനായിരുന്ന സുനിൽ ജോഷിയെ കൊന്ന കേസിലും പ്രതിയായി പിന്നീട് വിട്ടു. അങ്ങനെയുള്ള ഈ തീവ്ര ഹിന്ദുത്വ ഭീകരതയുടെ പ്രതീകമായ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ഇന്ത്യ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി BJP നിർത്തിയിരിക്കുന്നു. രാജ്യത്തെ ബാധിക്കുന്ന വിഷയമാണിത്. അതായത് 2ഓ 3ഓ തവണ നമ്മൾ തന്നെ ചർച്ച ചെയ്ത് അതിനുശേഷം ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയായി നിർത്താൻ വേണ്ടി രമ്യ ഹരിദാസ് കൊണ്ടുപോയി കൊടുത്ത ഹർജിയാണോ പ്രധാനം? അതുപോലെ ഈ ഒരു നിരന്തരമായ പ്രക്രിയയ്ക്ക് ശേഷം ഇറങ്ങിയ സിനിമ, അതായത് പരസ്യ സിനിമ, സുധാകരൻ്റെ സ്ത്രീവിരുദ്ധ സിനിമയാണോ പ്രധാനം? അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഈ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീവ്ര ഹിന്ദുത്വം പ്രഖ്യാപിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി പ്രഗ്യാ സിംഗിന്റെ സ്ഥാനാർത്ഥിത്വമാണോ പ്രധാനം? ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ആനുഷംഗികമായ അതെ, എല്ലാം പ്രശ്നമാണ്. അതിന്റെ പ്രയോറിറ്റിയാണ് പ്രശ്നം. ശ്രീ അരുൺ, പ്രയോറിറ്റിയാണ് പ്രശ്നം. ആ പ്രയോറിറ്റി ഈ ചർച്ച വേറൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ആണെങ്കിൽ പോലും എന്താണ് നിങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന സന്ദേശവും സ്വാഭാവികമായി ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വരും. പ്രജ്ഞാ സിംഗിന്റെ കാര്യത്തിൽ സ്വാഭാവികമായി ഭോപ്പാലിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുന്നതോടുകൂടി RSS അതിന്റെ സർവ്വവിധമായിട്ടുള്ള സന്നാഹങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തെടുക്കുന്നു. മാത്രമല്ല തീവ്ര ഹിന്ദുത്വത്തിന്റെ പാതയിലേക്ക് പോകുന്നു എന്നാണ് ആരോപണം. നേരിട്ട് നമ്മുടെ വിഷയത്തിന്റെ പരിധിയിൽ വരാത്തത് കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കൂട്ടിച്ചേർക്കാത്തത്. പക്ഷേ പരാമർശം വന്നുകൊണ്ട് താങ്കൾക്ക് പ്രതികരിക്കാം. ശ്രീ മനോജ്, പ്രയോറിറ്റി തന്നെയാണ് പ്രശ്നം. ഞാനൊരു പ്രയോറിറ്റിയുടെ കഥ പറയാം. താങ്കൾ പറഞ്ഞു തുടങ്ങിയല്ലോ, കാശ്മീരിലെ ഒരു ക്ഷേത്രത്തിനകത്ത് വെച്ച് BJP RSS നേതാക്കൾ ഒരു പൊഞ്ചു കുട്ടിയെ പിച്ചി ചീന്തി ബലാത്സംഗം ചെയ്യുന്നു. താങ്കൾക്ക് ആ കഥ കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ സാധാരണ ജനങ്ങൾക്കറിയാം. അതിലൊരു RSS നേതാവും BJP നേതാവും ഉണ്ടായിരുന്നില്ല. മനോജിന് നുണ പറയാനുള്ള സ്വതസിദ്ധമായ കഴിവും താങ്കളുടെ സ്വാതന്ത്ര്യത്തെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എപ്പോഴും പ്രയോറിറ്റി വേണം. കാരണം കേരളത്തിലെ മീനാക്ഷി എന്നുള്ള കളരിയുടെ ഒരു അമ്മയെ അറിയുമോ? ഇവിടെ ആദ്യമായിട്ട് പത്മശ്രീ ഒരു ദളിത് സ്ത്രീക്ക് കിട്ടിയത് താങ്കളുടെ പാർട്ടി എത്ര നാൾ ഭരിച്ചു? കോടീശ്വരന്മാർക്കല്ലാണ്ട്, പ്രാഞ്ചിയേട്ടന്മാർക്കല്ലാണ്ട് ഏതെങ്കിലും ഒരു സാധാരണ സ്ത്രീക്ക് താങ്കളുടെ കുടുംബത്തിൽ നിന്ന് പത്മശ്രീ നൽകിയിട്ടുണ്ടോ? ഒരു തന്നിട്ടുണ്ടോ? വേണ്ട. അതിനും കൊണ്ട് ലക്ഷ്മിക്കുട്ടിയമ്മ എന്ന 75 വയസ്സുള്ള ഒരു ആദിവാസി സ്ത്രീക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരു പത്മശ്രീ. അതും താങ്കൾ കാണണം. താങ്കളുടെ ഗവൺമെൻറ് അയച്ചതല്ല, ഞങ്ങൾ നേരിട്ട് നൽകിയതാണ്. ഈ തവണ 2019 വേറൊരു തിക്കമ്മ എന്ന 106 വയസ്സുള്ള വേറൊരു ആദിവാസി സ്ത്രീക്കും കിട്ടിയിട്ടുണ്ട്
കിട്ടിയിട്ടുണ്ട് പത്മശ്രീ, അതും പ്രയോറിറ്റിയാണ് സാർ, അതും മനോജ് കാണണം. അങ്ങനത്തെ സ്ത്രീകൾക്ക്, യഥാർത്ഥ സ്ത്രീകളെ, കഷ്ടപ്പെടുന്നവരെ, ആദിവാസികളെ, ദളിതരെ, സ്ത്രീകളെ, കഴിവുള്ളവരെ, പ്രാഞ്ചിയേട്ടന്മാരെയല്ല അംഗീകരിക്കുന്ന വിഷയമാണ്, താല്പര്യമാണ് BJPയുടേതും നരേന്ദ്രമോദിയുടേതും. താങ്കൾ പോലെ ലെൻസിട്ട് നോക്കിക്കാണുന്ന കാശ്മീരിലെ തട്ടിപ്പ് രാഷ്ട്രീയം, അവിടുത്തെ നുണ പറയിച്ചലിൻ്റെ രാഷ്ട്രീയമല്ല മനോജ് ഈ ഇവിടെയും പറയേണ്ടത്. താങ്കളുടെ നാക്കിനും ലൈസൻസ് വേണം, പൂട്ടിടേണ്ട സമയമായിരിക്കുന്നു. നുണപ്രചരണം മതിയാവില്ല. പിന്നെ പ്രഗ്യാ സിംഗിൻ്റെ കാര്യം, അവർ കോടതിയിൽ നിന്ന് വിജയിച്ചു വന്നതാണ്, അവർക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞതാണ്. താങ്കളുടെ പാർട്ടിയുടെ നേതാവ്, കേരളത്തിലെ മുഖ്യമന്ത്രി, അവരുടെ പേരിലാണ് കേസുള്ളത്, അഴിമതി കേസ്. അങ്ങ് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്, കരുണയിലാണ് നിൽക്കുന്നത്. താങ്കളുടെ സ്ഥാനാർത്ഥിക്കാണ് കൊലക്കേസിൽ 3 എണ്ണം ഉള്ളത്. താങ്കളുടെ നേതാക്കളാണ് കൂടുതൽ കണ്ണൂരും തിരുവനന്തപുരത്തും സെൻട്രൽ ജയിലിൽ കിടക്കുന്നത്. കണക്ക് എന്നെ കൊണ്ട് പറയിക്കരുത് PM മനോജ്. അപ്പോൾ അത് വേണ്ട. പ്രയോറിറ്റി ഉണ്ടാവണം, സത്യസന്ധത ഉണ്ടാവണം. യഥാർത്ഥത്തിൽ ആരാണ് സ്ത്രീ വിരുദ്ധരെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ സ്ത്രീ വിരുദ്ധർ മാത്രമല്ല, സ്ത്രീകളെ ആദിവാസികളുടെ അമ്മയുമുണ്ട്, രോഹിത് വെമുലയുടെ അമ്മയുമുണ്ട്, കഥ നമുക്ക് ചർച്ച ചെയ്യാം. രോഹിത് വെമുലയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. വെമുല മാത്രമല്ലല്ലോ, നിങ്ങൾ ഇത്തരത്തിലുള്ള ആദിവാസിയുടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രോഹിത് വെമുല പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച UPയിൽ JNUവിൽ ഒരു പ്രണോയ് സിംഗ് വെടിയേറ്റ് മരിച്ചല്ലോ. എന്തുകൊണ്ട് അരുണിന്റെ വായിൽ ആ വാക്ക് വരുന്നില്ല? എന്തുകൊണ്ട് ആ പേര് വരുന്നില്ല? ഇതാണ് അരുണെ, നിങ്ങൾക്കും എല്ലാം ഇവിടെ ഒരു പ്രയോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെക്ടേറിയൻ വിഭാഗമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കേരളത്തിൽ ചർച്ച ചെയ്യാവുന്നുണ്ട്. ഈ തൊട്ടടുത്ത് എനിക്ക് അന്വേഷിക്കുന്നതും ഇതാണ്. എന്തും പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാമെന്നാണോ നമ്മുടെ മുതിർന്ന നേതാക്കൾ കരുതുന്നത്? ഉത്തരേന്ത്യൻ മോഡലിലുള്ള ഈ പറയുന്ന വാവിട്ട നാക്കിന് അല്ലെങ്കിൽ വാക്കുകൾക്ക് എന്തു ഫലം നൽകേണ്ടി വരും ഈ നേതാക്കൾ? ഇടവേളയ്ക്ക് ശേഷം തുടരും. You are watching 24. എന്തായി ഓരോ വീതം കൊടുത്തൂല്ല. ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെ. ഞാൻ അന്നേ പറഞ്ഞല്ലേ അതിന്റെ അവകാശം പോയി ചോദിക്കണമെന്ന്. അത് നിങ്ങൾ കേട്ടില്ല. ഇതാ അനുഭവിച്ചോ. ഇനി ഓൻ തന്നെ പോണം. ശരിയാ. ഒരു തെറ്റേത് പോലീസുകാരന് പറ്റും, രണ്ടാമത് അത് ആവർത്തിക്കില്ല. മനസ്സിലാക്കാൻ ലേശം വൈകി. ഓ ആൺകുട്ടിയാണ് അന്തട്ടാ. ഓ പോയാ കാര്യം സാധിപ്പിച്ചിട്ടേ വരൂ. ഇതായിരുന്നു K. സുധാകരന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റം, വനിതാ കമ്മീഷന്റെ വക. ശ്രീ VR രാജേഷ്, അങ്ങനെ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഈ അനന്തേട്ട ആൺകുട്ടിയാണ് എന്നുള്ള, അവൻ ആൺകുട്ടിയാണ് എന്നുള്ള പ്രയോഗമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ വനിതാ കമ്മീഷൻ കേസെടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയതുകൊണ്ട് കാര്യമില്ലാതായി. അതിന് നമ്മൾ സാന്ദർഭികവശാൽ മാറ്റി നിർത്തിയാൽ പോലും രണ്ടാമത്തെ പ്രയോഗത്തിലാണ് ഈ സ്ത്രീവിരുദ്ധതയുള്ളത് എന്നാണ് വനിതാ കമ്മീഷൻ പറയുന്നത്. VR രാജേഷ്, ഇവിടെ വനിതാ കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു കമ്മീഷനാണ്. അപ്പോൾ ആ കമ്മീഷൻ്റെ പ്രവർത്തികൾ അത് തികച്ചും നീതിപൂർവമാകണം. ആ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ശ്രീമതി MC ജോസഫൈൻ, അവർ ഇപ്പോഴും പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതല നിർവഹിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു കോടതിയുടെ അധികാരമുള്ള ഒരു കമ്മീഷൻ, ആ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ, ഞാനൊരു കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന ആൾ, ഞാൻ യുവജന കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന ആളാണ്. ഞാൻ യുവജന കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോൾ ഞാൻ പാർട്ടി പദവികളൊന്നും വഹിച്ചിരുന്നില്ല, പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാറില്ലായിരുന്നു. കാരണം ഒരു കമ്മീഷൻ നീതിപൂർവമായും സ്വതന്ത്രമായും പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അത് ആളുകൾക്ക് ബോധ്യപ്പെടുക കൂടി വേണം. അപ്പോൾ ഒരു അധികാരമുള്ള ഒരു കമ്മീഷൻ, ആ കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, അവർ ഇന്നും പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നു, പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു, പാർട്ടിയുടെ ചുമതലകൾ വഹിക്കുന്നു. ആ ചുമതലകൾ വഹിച്ചുകൊണ്ട് തീർച്ചയായും ഈ ഒരു കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. അത് നിയമപരമായി ശരിയല്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ പരസ്യത്തിൽ വന്ന ഈ പ്രയോഗമാണ് അസ്വസ്ഥരാക്കുന്നത്. ചുരുങ്ങിയത് 51% സ്ത്രീകളെങ്കിലും. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മീഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ രാഷ്ട്രീയപരമല്ലാതായിരിക്കും? ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനായി കണ്ണൂരിൽ K. സുധാകരനെ വോട്ട് ചെയ്യുന്ന സ്ത്രീകൾ തിരിച്ചു ചോദിക്കുകയാണ്, K. സുധാകര, ആൺകുട്ടികൾക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും?
ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. PK ശശിയുടെ കേസ് വന്നു, അദ്ദേഹം ഒരു MLA ആണ്. ആ കേസിൽ വനിതാ കമ്മീഷൻ നിലപാടെന്ത്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, ആ കാര്യത്തിൽ കമ്മീഷന്റെ നിലപാടെന്ത്? അപ്പോൾ ഒരു കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ചട്ടുകമായി സർക്കാരിന്റെ അലവൻസും സർക്കാരിന്റെ ശമ്പളവും പറ്റുന്ന ഒരു കമ്മീഷന്റെ ചെയർപേഴ്സണും കമ്മീഷനും പ്രവർത്തിക്കുന്നത് തീർച്ചയായും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തു സ്ത്രീ വിരുദ്ധതയാണ്, ഏത് സ്ത്രീയെയാണ് അപമാനിച്ചിട്ടുള്ളത്, സ്ത്രീ വിരുദ്ധമായ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് അതിനകത്തുള്ളത്? അത് വളരെ വ്യക്തമാക്കണം. കമ്മീഷന് കേസെടുക്കാനുള്ള സ്ത്രീകളെ മുഴുവൻ എന്നുള്ളതാണ് ശ്രീ ആർ വി രാജേഷ് കുഴപ്പം. ഒരു സ്ത്രീയല്ല, സ്ത്രീകളെ മുഴുവൻ എന്നുള്ളതാണ്. പകരം ഒരു ആൺകുട്ടിയാണ് എന്ന് ധ്വനിപ്പിക്കുന്നതിലൂടെ, അവൻ ആൺകുട്ടിയാണ് എന്ന് ധ്വനിപ്പിക്കുന്നതിലൂടെ, അയാൾ എന്തായാലും ആൺകുട്ടിയൊന്നും അല്ലല്ലോ കെ സുധാകരൻ. അദ്ദേഹം മുതിർന്ന ഒരു പുരുഷനാണ്, ഏകദേശം മധ്യവയസ്സിലെത്തി നിൽക്കുന്ന ഒരു മനുഷ്യനുമാണ്. അപ്പൊ ആൺകുട്ടിയാണ് എന്ന പദപ്രയോഗത്തിന് ഒരൊറ്റ അർത്ഥമേ വ്യാവഹാരികമായിട്ടുള്ളൂ, ആണധികാരമുള്ളവൻ. അപ്പോൾ എന്ത് പ്രശ്നമാണ്? അത് കെ സുധാകരനെ ഉദ്ദേശിച്ചല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിലെന്ത് പ്രശ്നമാണ്? അവിടെയാണ് സ്ത്രീ വിരുദ്ധതയ്ക്ക് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം പറയാം. IPCയുടെ 509 വകുപ്പ് അനുസരിച്ചുള്ള കുറ്റകൃത്യമാണ് വിജയരാഘവൻ ചെയ്തത്. വളരെ ഗുരുതരമായ കുറ്റമാണ്. ആ കുറ്റകൃത്യം നിലനിൽക്കുമ്പോൾ അതിൽ ഒരു നടപടി എടുക്കാതിരുന്ന വനിതാ കമ്മീഷൻ ഇതിനകത്ത് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കെ വിജയരാഘവൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഒന്ന്, അല്ലെങ്കിൽ കെ വിജയരാഘവന്റെ പുറത്ത് ഈ കേസ് എങ്ങനെ നിൽക്കുമെന്ന് താങ്കൾ ഒന്ന് വ്യാഖ്യാനിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും ഒരു സ്ത്രീയെ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ പുരുഷന്റെ അടുത്തേക്ക് പോയാൽ അവർക്ക് എന്തെങ്കിലും സംഭവം എന്താകുമോ എന്തോ ആ കുട്ടിയുടെ ഗതി. ഞാനത് വീണ്ടും ആവർത്തിക്കാൻ പറയുന്നത്, ഏറ്റവും നിലയച്ചമായ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രത്യേകിച്ച് ഒരു വനിതയായ പട്ടികജാതി വനിതയായ. എന്റെ സംശയം പാണക്കാട്ട് പോയതിലാണോ അതോ നിങ്ങൾ അത് ബന്ധിപ്പിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയെടുത്ത് പോയതിലായിരിക്കുമോ ബന്ധിപ്പിക്കുക? അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ആ വാർത്ത കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്കറിയാം. അദ്ദേഹത്തിന്റെ കോടതിക്ക് അത് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത് ഫയലിൽ സ്വീകരിച്ചത്. ഒരു കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ അതിനകത്ത് കുറ്റമില്ല എന്ന് കണ്ടാൽ കോടതിക്ക് ആ കേസ് തള്ളാം, ആ പരാതി സ്വീകരിക്കാതിരിക്കാം. പക്ഷേ ഇവിടെ കോടതി ഫയലിൽ സ്വീകരിച്ചു. അത് അടുത്ത കേസിന് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. കൂടുതൽ തെളിവ് ഹാജരാക്കാൻ വേണ്ടി, അടുത്ത എതിർകക്ഷികൾക്ക് എതിർ സത്യവാങ്മൂലം കൊടുക്കാൻ വേണ്ടി സമയം കൊടുക്കണം. അത് കോടതി നടപടിക്രമങ്ങളുടെ ശ്രീ PM മനോജ് പറഞ്ഞ പോലെ അടുത്ത ദിവസം കോടതിക്ക് പോസ്റ്റ് ചെയ്ത് ചെയ്യാൻ കഴിയില്ല. കോടതിക്ക് പ്രയോറിറ്റി ഉണ്ട്, കോടതിക്ക് മറ്റു കേസുകൾ, ഒരു കേസ് ദുർബലമാണെങ്കിലും ഇടതുപക്ഷം ചോദിച്ച ചോദ്യം പോലെ ഇങ്ങനൊരു ചോദ്യമാണ് തിരിച്ചു വരുന്നതെങ്കിലോ? ഇപ്പൊ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതിന് ശേഷം, പാണക്കാട് കണ്ടതിന് ശേഷം രമ്യ ഹരിദാസിന്റെ ആത്മവിശ്വാസക്കുറവിൽ എന്ത് സംഭവിച്ചോ എന്നോ മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിലോ? ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീത്വത്തെ അപമാനിക്കൽ. രണ്ട്, 499 അനുസരിച്ച് ഡിഫോമേഷന് കേസെടുക്കാൻ വേണ്ടി. അതിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 499 അനുസരിച്ച് അദ്ദേഹത്തെ ഡിഫോം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അവമാനിക്കുന്ന രീതിയിലേക്ക് കൂടിയാണ് ആ സ്റ്റേറ്റ്മെന്റ്. അതിൽ നമുക്ക് കാണുന്ന ആളുകൾക്ക്, അത് പക്ഷേ കോടതിക്കോ അല്ലെങ്കിൽ അഭിഭാഷകർക്കോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കോ പൊതുജനങ്ങൾക്കോ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്നും അദ്ദേഹത്തിന്റെ പദത്തിലെ അശ്ലീലം എന്താണെന്നും ഒക്കെ വളരെ വ്യക്തമാണ്. അതിൽ നമുക്കൊരു വിശദീകരണത്തിന്റെ ആവശ്യമേ ഇല്ല. ഇപ്പോൾ പണം കാണിച്ചിട്ട് ഇത് ആരെയാണ് എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. ആർ വി രാജേഷ് കൃത്യമായും വ്യക്തമാക്കി തന്ന കാര്യം ഇതെങ്ങനെയാണ് കോടതിയിൽ വരാൻ പോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത്. രണ്ട് തരത്തിൽ ഈ കേസ് നിൽക്കുമെന്നാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അതായത് ഈ പറഞ്ഞതെല്ലാം അശ്ലീലമായി കാണാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഈ പറയുന്ന കേട്ടാൽ, ഇപ്പോൾ രമ്യ ഹരിദാസിനെ കുറിച്ച് കേട്ടാലോ അല്ലെങ്കിൽ പാണക്കാടിനെ കുറിച്ച് കേട്ടാലോ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് കേട്ടാലോ അപ്പം തന്നെ അത് അശ്ലീലമാണ് എന്ന് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്തായാലും അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഈ ശ്രീ രാജേഷ് ഉദ്ദേശിക്കുന്ന മറുപടി പറയാൻ എനിക്ക് ഏതായാലും ഇപ്പോൾ കഴിയില്ല. അത് എൻ്റെ മാനസികാവസ്ഥ കൊണ്ടാണ്, മറ്റൊരു കാര്യം കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ PM മനോജ് എന്തായിരിക്കും വിജയരാഘവൻ ഉദ്ദേശിച്ചത്? വിജയരാഘവൻ കൃത്യമായിട്ട് ഈ ആളുകളൊക്കെ ആലത്തൂർ സ്ഥാനാർത്ഥി, അതുപോലെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയൊക്കെ പാണക്കാട് പോകുന്നു, അപ്പുറത്ത് പോകുന്നു, ഇതൊക്കെ പിന്നെ ഒരു പതിവായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? ആലത്തൂര് രാഷ്ട്രീയമായി CPIM ഇടതുപക്ഷത്തിന് അതിശക്തമായ സ്വാധീനമുള്ള, അതിശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇങ്ങനെ പോയത് കൊണ്ടൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഉദ്ദേശിച്ചതാവാൻ ആയിക്കൂടെ? എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങൾ ഈ അശ്ലീലം കാണുന്നതുകൊണ്ട് മാത്രമാണല്ലോ ഈ പ്രശ്നം. ഇനി അതല്ല, സാത്വികമായ അർത്ഥത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഏത് കോടതിയിലാണ് ഇത് അശ്ലീലമാണെന്ന് സ്ഥാപിക്കാൻ കഴിയുക നിങ്ങൾക്ക്? ഒരു കോടതിയിൽ, നിങ്ങൾ വലിയ നിയമവിദഗ്ധനാണല്ലോ, ഒരു കോടതിയിൽ സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം അതിൽ ഏതെങ്കിലും തരത്തിൽ ആംഗ്യം കൊണ്ടോ സൂചന കൊണ്ടോ അങ്ങനെ അശ്ലീലത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു വാക്കോ പ്രയോഗമോ അതിലില്ല.
ഒരു വാക്കോ പ്രയോഗമോ അതിലില്ല. ആർ വി രാജേഷ്, എങ്ങനെയാണ് നിങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നത്? ഇത് ഒരു ചോദ്യമാണ്. നമുക്ക് ഈ തൽക്കാലം ഈ ഭാഗത്ത് വെച്ച് നിർത്തി എനിക്ക് വളരെ പെട്ടെന്ന് ശ്രീധരൻപിള്ളയുടെ വിഷയത്തിലൂടെ പോകേണ്ടതുണ്ട്. ആർ വി രാജേഷ് പെട്ടെന്ന് മറുപടി പറയാം മനോജിന്. ഇതിനകത്ത് ഞാൻ നിയമവിദഗ്ധനൊന്നുമല്ല, ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ നിയമം പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ശ്രീ PM മനോജ് പറഞ്ഞത് അതിൽ വളരെ വ്യക്തമായി തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. അത് പോലീസിൽ പരിശോധിച്ചിട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ആ പരാതിക്കാരിയുടെ മൊഴിയെടുത്തിട്ടുണ്ട്. മൊഴിയെടുത്തതിന് ശേഷം സാധാരണഗതിയിൽ ഏത് കേസ് കൊടുത്താലും അടുത്തതിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഈ ഗവൺമെന്റ് സ്വാധീനം കാരണം, പോലീസിലുള്ള സമ്മർദ്ദം കാരണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പോലീസ് അത് നിയമോപദേശത്തിന് മാറ്റി. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന് സംഭവിച്ചതുപോലെ മേനകാ ഗാന്ധിക്കും അസം ഖാനും ഒക്കെ സംഭവിച്ചതുപോലെ PS ശ്രീധരൻപിള്ളയ്ക്കും പൂട്ടു വീഴുമോ? നാളെ കഴിഞ്ഞ് വരുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം അതായിരിക്കുമോ? പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, സുപ്രീം കോടതി പരാമർശത്തിന് ശേഷം വരുന്ന പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആയാലും കോടതിയുടെ ആയാലും വിധിയെ ഞങ്ങൾ മാനിക്കും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ ഞങ്ങൾ നിയമപരമായ എല്ലാ സാധ്യതകളും തേടും. പക്ഷേ നാം ചർച്ച ചെയ്യേണ്ടതെന്ന് ഇത്തരത്തിലുള്ള തലനാരിഴ കീറി സ്ത്രീവിരുദ്ധ പരാമർശം ചർച്ച ചെയ്യുന്ന 24/7 കേരള ജനതയും ഇവിടുത്തെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ തൊട്ടു താഴെ ഒരു സ്ഥാനാർത്ഥിയെ, ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തെരുവിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞിട്ടും അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടഞ്ഞു വെച്ചിട്ടും അന്ധത ബാധിച്ച ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ഇവിടെ ജനരോഷം ഉയരേണ്ടത്. മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രി വന്നപ്പോൾ പോലും CPMൻ്റെ ഗർവും ധാർഷ്ട്യവും കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ള അവകാശത്തെ പോലും ചോദിച്ചുകൊണ്ട് ജനാധിപത്യ ബോധമില്ലാത്ത രീതിയിൽ ഒരു പ്രചരണം നടത്തുന്ന, തീവ്രവാദം നടത്തുന്ന ഈ CPMൻ്റെ ഭരണകൂടമാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രിക്കേണ്ടതും അവർക്കെതിരെയാണ് ശക്തമായ നടപടിയെടുക്കേണ്ടതും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, സമയത്തിന്റെ കുറവുള്ളതുകൊണ്ട് മാത്രം ശിവശങ്കരൻ അര മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കണം പ്ലീസ്. സമയത്തിന്റെ കുറവുള്ളതുകൊണ്ട് മാത്രം അര മിനിറ്റ്. ഈ PM മനോജ് CPMൻ്റെ എല്ലാ നേതാക്കളെയും ഇങ്ങനെ വളരെ ഉത്തമരായിട്ടൊന്നും കാണിക്കേണ്ട. അവരുടെ ഏറ്റവും വലിയ നേതാവ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലതിക സുഭാഷിനെതിരെ പറഞ്ഞത് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ തന്നെ ഒരു പ്രവർത്തക ലസിക പാലക്കാട് എത്ര തവണ അവരുടെ വീട് നശിപ്പിച്ചത് ഇവിടെ തന്നെ അറിയാമല്ലോ. അവർക്കെതിരെ നടത്തിയ ഏറ്റവും മോശമായ, ഇങ്ങനെ കോടതിയിലൊന്നും പോകേണ്ട, ഏറ്റവും മ്ലേച്ഛമായ ഒരു കാര്യം, ഇതിന് വരെ നടപടിയെടുക്കാത്ത സ്ത്രീവിരുദ്ധ സർക്കാരാണ് വനിതാ മതിലിൽ 50 ലക്ഷം ചെലവാക്കി ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ CPM മനോജ്, നന്ദി. ശ്രീ RV രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലാണ്. പൂട്ടുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അല്ലെങ്കിൽ പരാമർശത്തെ തുടർന്ന് ഉണർന്നെഴുന്നേറ്റിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കട്ടെ, അതല്ലേ ജനാധിപത്യം. വീണ്ടും എത്താം നാളെ മറ്റൊരു വിഷയവുമായി. എനിക്ക് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.